everyone, welcome to Edfil Learning. കഴിഞ്ഞ രണ്ട് പാർട്ടുകളിലായി നമ്മൾ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്ന മൊഡ്യൂളിലുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ ഭാഗമായിരുന്നു ഓർക്കുന്നുണ്ടോ? നമ്മൾ ഇൻവേസീവ് മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞു, നോൺ ഇൻവേസീവ് മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഓക്കെ, സോ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്സിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നതാണ്. അതിന് ഒരുപാട് പാർട്സ് ഉണ്ട്. ഇപ്പോൾ ബ്രെയിൻ തന്നെ എടുക്കുകയാണെങ്കിൽ ബ്രെയിനെ ക്ലാസിഫൈ ചെയ്ത് ഒരുപാട് ഡീറ്റെയിലേക്ക് അത് പോകുന്നുണ്ട്. സോ അത്രയും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ക്ലാസ് കൊണ്ടോ ഒരു 2 ക്ലാസ് കൊണ്ടോ ഒന്നും തീരുന്ന ഭാഗമല്ല. അതുകൊണ്ട് തന്നെ ഒരു PYQ എടുത്തിട്ട് അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രം, അല്ലെങ്കിൽ അതിൽ ചോദിച്ച പാർട്സിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഏതൊക്കെ പാർട്സിനെ കുറിച്ചിട്ടാണ്? ഹൈപ്പോതലാമസ്, ഹിപ്പോകാമ്പസ്, അമിഗ്ഡാല ആൻഡ് സിംഗുലേറ്റ് കോർട്ടെക്സ്. ഈ ഒരു 4 പാർട്സിനെ കുറിച്ചിട്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ടല്ലെങ്കിലും ബ്രീഫായിട്ട് നമ്മളൊന്ന് നോക്കുന്നത്. സോ എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ ഓഗസ്റ്റ് 2024 ചോദിച്ച ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ലിസ്റ്റിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ലിസ്റ്റിൽ ഫങ്ഷൻസ് ആണ് കൊടുത്തത്. ഈ ഫസ്റ്റ് ലിസ്റ്റ് കൊടുത്ത പാർട്സിനെ സെക്കൻഡ് ലിസ്റ്റ് കൊടുത്ത ഫംഗ്ഷനുമായിട്ട് മാച്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓരോ പാർട്ടിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് അറിയണ്ടേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിത് മാച്ച് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ആ 4 പാർട്സിനെ മാത്രം ഈ ബ്രെയിനിലൊന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ് ഹൈപ്പോതലാമസ് വരുന്നത്. ഇത് അമിഗ്ഡാല, ദിസ് ഇസ് ഹിപ്പോകാമ്പസ് ആൻഡ് ദിസ് ഇസ് സിംഗുലേറ്റ് ഗൈറസ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ എന്താണ് ഹൈപ്പോതലാമസ് എന്ന് നോക്കാം. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് മോട്ടിവേഷണൽ സെൻറ്റർ എന്നറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഈ ഹൈപ്പോതലാമസിനെ നമുക്ക് മീഡിയലായിട്ടും ലാറ്ററലായിട്ടും പെരിവെൻട്രിക്കുലർ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീഡിയൽ ഭാഗം തലാമസുമായിട്ട് റിച്ച് കണക്ഷൻ ഉള്ളൊരു ഭാഗമാണ്. ഇനി ലാറ്ററൽ സൈഡ് എന്താണ് വരുന്നത്? എഫറൻ്റ് ആൻഡ് അഫറൻ്റ് കണക്ഷൻ ടു ആൻഡ് ഫ്രം റീജിയൻ ഔട്ട്സൈഡ് ഓഫ് ദ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൻ്റെ പുറത്തുള്ള റീജിയൻസ് ആയിട്ടൊക്കെ ഉള്ളൊരു കണക്ഷൻസ് വരുന്നത് ഈ ലാറ്ററൽ പാർട്ടിനാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഹൈപ്പോതലാമസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന പിറ്റ്യൂട്ടറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, പിന്നെ ഹൈപ്പോതലാമസിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഹോമിയോസ്റ്റാസിസ് നിലനിർത്തുക അല്ലെങ്കിൽ ബാലൻസ് നിലനിർത്തുക എന്നുള്ളത് ഹൈപ്പോതലാമസിൻ്റെ ഒരു മെയിൻ റോളാണ്. പിന്നെ ഹൈപ്പോതലാമസ് വർക്ക്സ് ബിറ്റ്വീൻ ദ എൻഡോക്രൈൻ ആൻഡ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെയും എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെയും ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ട് കൂടിയാണ് ഹൈപ്പോതലാമസ്. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത്? ഈ ഒരു റോൾസ് എല്ലാം നമ്മൾ നോക്കണം. ഗ്രോത്ത്, തേഴ്സ്റ്റ്, അപ്പറ്റൈറ്റ്, വെയ്റ്റ് കൺട്രോള്, ഇമോഷൻസ്, സ്ലീപ്പ് വേക്ക് സൈക്കിൾസ്, സെക്സ് ഡ്രൈവ്, ചൈൽഡ് ബർത്ത് ആൻഡ് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ. ഇത്രയും ഫങ്ഷൻസ് ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോതലാമസ്. ഓക്കെ, സോ ഈ ഓരോ ഫങ്ഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫങ്ഷനും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. പിന്നെ ഈ ഒരു ഹൈപ്പോതലാമസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയ നിൽക്കുന്നുണ്ട്. പിന്നെ 3 ലോഞ്ചിറ്റ്യൂഡൽ സോൺസ് ആണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ലാറ്ററൽ, മീഡിയൽ ആൻഡ് പെരിവെൻട്രിക്കുലർ. ഇത്രയും കാര്യങ്ങളാണ് ഹൈപ്പോതലാമസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഒരു പാർട്ടാണ് ഹിപ്പോകാമ്പസ് എന്ന് പറയുന്നത്. സോ എവിടെയാണ് ഹിപ്പോകാമ്പസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ദ ഹിപ്പോകാമ്പസ് ഈസ് എ ലാർജ് സ്ട്രക്ചർ ബിറ്റ്വീൻ ദ തലാമസ് ആൻഡ് ദ സെറിബ്രൽ കോർട്ടെക്സ്. തലാമസിൻ്റെയും സെറിബ്രൽ കോർട്ടെക്സിൻ്റെയും ബിറ്റ്വീൻ ആയിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മോസ്റ്റ്ലി ടുവേർഡ് ദ പോസ്റ്റീരിയർ ഓഫ് ദ ഫോർ ബ്രെയിൻ ആൻഡ് കംസ് ആസ് എ പെയർ വൺ ഇൻ ഈച്ച് ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിൻ. ഓക്കെ, ഇനി ഈ ഹിപ്പോകാമ്പൽ ഡാമേജ്, നമ്മുടെ ഹിപ്പോകാമ്പസിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് പുതിയ മെമ്മറീസ് ഒന്നും പിന്നെ കിട്ടൂല. എന്നുവെച്ചാൽ ഇപ്പോൾ ഇന്ന് നമുക്കൊരു ഹിപ്പോകാമ്പൽ ഡാമേജ് സംഭവിച്ചാൽ ഇന്ന് തൊട്ട് വരുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റൂല. പക്ഷേ മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. ദാറ്റ് ഈസ് പീപ്പിൾ വിത്ത് ഹിപ്പോകാമ്പൽ ഡാമേജ് ഹാവ് ട്രബിൾ സ്റ്റോറിങ് ന്യൂ മെമ്മറീസ് ബട്ട് ദേ ഡു നോട്ട് ലോസ് ദ മെമ്മറീസ് ദേ ഹാഡ് ബിഫോർ ദ ഡാമേജ് ഒക്കെ. ഈ ഡാമേജിൻ്റെ തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും.
ഇനി എന്തൊക്കെയാണ് ഹിപ്പോ ക്യാമ്പസിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിപ്പോ ക്യാമ്പസ് ഈസ് എസെൻഷ്യലി ദ മെമ്മറി സെന്റർ ഓഫ് അവർ ബ്രെയിൻ. ബ്രെയിനിന്റെ മെമ്മറി സെന്റർ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഹിപ്പോ ക്യാമ്പസിനെയാണ്. സോ മെമ്മറി സെന്റർ. കണക്ഷൻസ് മെയ്ഡ് ഇൻ ദ ഹിപ്പോ ക്യാമ്പസ് ഓൾസോ ഹെൽപ്സ് us അസോസിയേറ്റ് മെമ്മറീസ് വിത്ത് വേരിയസ് സെൻസസ്. സോ നമ്മുടെ ഈ ഒരു വേരിയസ് സെൻസസുമായിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ മെമ്മറി അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഹിപ്പോ ക്യാമ്പസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് മെമ്മറിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഹിപ്പോ ക്യാമ്പസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷനിൽ തന്ന പാർട്ട് ഏതായിരുന്നു? ദാറ്റ് ഈസ് അമിഗ്ഡാല. അമിഗ്ഡാല എന്ന് പറയുന്നത് ആൽമണ്ട് ഷേപ്ഡ് ആണ്. നെക്സ്റ്റ് ടു ഹിപ്പോ ക്യാമ്പസ് ആൻറ്റീരിയർ പാർട്ടാണ്, ഡീപ്പസ്റ്റ് പാർട്ടാണ്. ഇതിൻ്റെ ഷേപ്പ് നമ്മൾ നേരത്തെ കാണിച്ച ഫോട്ടോയിൽ കണ്ടാൽ അറിയാം. ഒരു ആൽമണ്ട് ഷേപ്ഡ് ആണ്. ആൽമണ്ട് ഹിപ്പോ ക്യാമ്പസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എപ്പിസോഡിക് ബയോഗ്രാഫിക്കൽ മെമ്മറി. എപ്പിസോഡിക് ബയോഗ്രാഫിക്കൽ മെമ്മറിക്കാണ് അമിഗ്ഡാല ഒരു റോള് വഹിക്കുന്നുണ്ട്. പിന്നെ അറ്റൻഷൻ പ്രോസസ്സിലുണ്ട്. പിന്നെ എസെൻഷ്യൽ ഫോർ ദ റെഗുലേഷൻ ഓഫ് ഇമോഷണൽ ബിഹേവിയർ എസ്പെഷ്യലി വെൻ ഇറ്റ് കൺസേൺസ് പ്രൈമറി ആൻഡ് ഇന്നേറ്റ് ഇമോഷൻസ് സച്ച് ആസ് ഫിയർ. ഈ ഫിയർ വരുന്ന സമയത്താണ് അധികവും അമിഗ്ഡാലയുടെ ഒരു വർക്ക് നടക്കുന്നത്. സോ എസെൻഷ്യൽ ഫോർ ദ റെഗുലേഷൻ ഓഫ് ഇമോഷണൽ ബിഹേവിയർ, എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ, ഇമോഷണൽ മെമ്മറീസ്, recognition of the sign of emotions in other people, fight and flight response, implicit learning, fear conditioning. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വരുന്നത് അമിഗ്ഡാലേൻ്റെ ഫങ്ഷൻ ആണ്. എന്തൊക്കെയാണ്? ഇമോഷൻ എക്സ്പ്രഷൻ, ഇമോഷണൽ മെമ്മറീസ്, recognition of the sign of emotions in other people, flight and flight response, implicit learning and fear conditioning. Also evaluation of phases ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ദാറ്റ് ഈസ് അമിഗ്ഡാല. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അമിഗ്ഡാലയുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഇൻ എ ത്രെട്ടനിങ് സിറ്റുവേഷൻ ദ അമിഗ്ഡാല ബിക്കംസ് ആക്റ്റീവ് ലീഡിങ് ടു ഫിയർ ആൻഡ് സ്റ്റേറ്റ് ഓഫ് എൻഹാൻസ്ഡ് അലേർട്ട്നെസ് ദാറ്റ് prepares the organism for flight or fight in the service of self preservation. അപ്പോൾ ഇങ്ങനെ ഒരു ത്രെട്ടനിങ് സിറ്റുവേഷൻ നടക്കുന്ന സമയത്താണ് നമ്മുടെ അമിഗ്ഡാല മെയിനായിട്ട് ആക്റ്റീവ് ആവുന്നത്. ഈ സമയത്ത് നമ്മൾ എന്താവും? കുറച്ചുകൂടി അലേർട്ട് ആവും അല്ലേ? നമ്മൾ ഒന്നെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുന്നത് അമിഗ്ഡാലയുടെ ഫങ്ഷൻ വഴിയാണ്. Both the right and left amygdala are engaged in emotional processing and in associating emotional stimuli on memory. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അമിഗ്ഡാലയുടെ ഒരു ഫങ്ഷനായിട്ട് വരുന്നത്. സോ നിലവിൽ നമ്മൾ ഹൈപ്പോതലാമസ്, ഹിപ്പോ ക്യാമ്പസ്, അമിഗ്ഡാല ഈ 3 പാർട്ടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി സിംഗുലേറ്റ് കോർട്ടെക്സ്. സിംഗുലേറ്റ് കോർട്ടെക്സ് ഈസ് എ ലാർജ് കോർട്ടിക്കൽ റീജിയൻ located on the medial surface of the brain immediately above the corpus callosum. കോർപ്പസ് കലോസത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആണ് ഈ ഒരു സിംഗുലേറ്റ് കോർട്ടെക്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ലിംബിക് സിസ്റ്റം ആൻഡ് പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ കണക്റ്റിംഗ് കോഗ്നിറ്റീവ് പ്രോസസ്സസ് വിത്ത് ഇമോഷൻ ആൻഡ് മോട്ടിവേഷൻ. കോഗ്നിറ്റീവ് പ്രോസസ്സിലാണ്, അതായത് തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ് പോലെയുള്ള പ്രോസസ്സിനൊക്കെയാണ് ഇതിൻ്റെ മെയിൻ റോള്. എന്തിൻ്റെ കൂടെ? ഇമോഷനെയും മോട്ടിവേഷനുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ട്. ഓക്കെ, ഇവിടെ എന്തിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നത്? അറ്റൻഷൻ കൺട്രോൾ, ഹെൽപ്സ് യു ഫോക്കസ് ഓൺ വാട്ട്സ് ഇമ്പോർട്ടൻറ്റ്, എന്താണ് ഇമ്പോർട്ടൻറ്റ് എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള അറ്റൻഷൻ കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എറർ ഡിറ്റക്ഷൻ, നോട്ടീസസ് വെൻ യു മേക്ക് എ മിസ്റ്റേക്ക്, നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് തെറ്റായിപ്പോയി എന്ന് നമ്മളെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എറർ ഡിറ്റക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതും സിംഗുലേറ്റ് കോർട്ടെക്സ് ആണ്. ഇമോഷൻസ് പ്ലസ് തിങ്കിങ് ലിങ്ക് കണക്ട്സ് ഫീലിംഗ് വിത്ത് ഡിസിഷൻസ്, ഫീലിങ്ങിനെ ഡിസിഷനുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് കോർട്ടെക്സ് ആണ്, സിംഗുലേറ്റ് കോർട്ടെക്സ് ആണ്. പെയിൻ പെർസെപ്ഷൻ ഹെൽപ്സ് യു ഫീൽ ആൻഡ് റെസ്പോണ്ട് ടു പെയിൻ, പെയിന് റെസ്പോണ്ട് ചെയ്യാനും ഫീൽ ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വർക്കിംഗ് മെമ്മറി കീപ്സ് സ്മോൾ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഇൻ മൈൻഡ് വൈൽ യൂസിങ് ഇറ്റ്. അപ്പോൾ വർക്കിംഗ് മെമ്മറിയിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് സിംഗുലേറ്റ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 4 പാർട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഫങ്ഷൻ പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ഫിയർ റെസ്പോൺസസ് ആൻഡ് മെമ്മറി ഓഫ് ഫിയർ.
അപ്പോൾ ഫിയർ റെസ്പോൺസ് ഒക്കെ തരുന്നത് ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ദാറ്റ് ഈസ് അമിഗ്ഡാല. പിന്നെ അടുത്തത് റെഗുലേറ്റ്സ് ബോഡി ടെമ്പറേച്ചർ, തേഴ്സ്റ്റ് ആൻഡ് ഹങ്കർ. ബോഡി ടെമ്പറേച്ചറും തേഴ്സ്റ്റും ഹങ്കറും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്? ദാറ്റ് ഈസ് ഹൈപ്പോതലാമസ്. ഫോംസ് ലോങ് ടേം ഡിക്ലറേറ്റീവ് മെമ്മറീസ്. നമ്മുടെ മെമ്മറിയുമായിട്ട് ബന്ധപ്പെടുത്തി മെമ്മറി സെന്റർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? ദാറ്റ് ഈസ് ഹിപ്പോകാമ്പസ്. പിന്നെ പറഞ്ഞു ഇനി സിംഗുലേറ്റ് കോർട്ടെക്സ്, വർക്കിംഗ് മെമ്മറി, അറ്റൻഷനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ? സോ ദാറ്റ് ഈസ് സിംഗുലേറ്റ് കോർട്ടെക്സ്. ക്ലിയർ ആണോ? അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, അതും തന്നിട്ടുള്ള പാർട്സുമായിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് A2, B3, C1 and D4. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 4 പാർട്ടിനെ കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു ക്ലാസ്സിൽ ഒന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല, ഒരുപാട് നമുക്കിതിൽ പറയാനുണ്ട്. നമ്മുടെ വെബിനാർ അറ്റൻഡ് ചെയ്യാത്തവർ വരുന്ന ദിവസങ്ങളായിട്ട് വെബിനാറൊക്കെ ഉണ്ടാവും, വെബിനാറിലൊക്കെ അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നമ്മളെടുത്ത് ചോദിക്കുക. സോ താങ്ക് യു.